വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നെന്താ നേരത്തെ തന്നെ മുറ്റടിക്കാൻ ഇറങ്ങിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അതൊന്നും അല്ല കേട്ടോ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഗ്യാസ് ഉണ്ടായിരുന്നില്ല, ഇന്നലെ വൈകുന്നേരം തന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഈസി കുക്കിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. ഗ്യാസും തീർന്നു പോയി. അടുപ്പ് കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലൈറ്ററും ഇല്ല കേട്ടോ. ലൈറ്റർ 2 ദിവസമായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലും പോയി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ മറന്നു കേട്ടോ. പിന്നെ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ഗ്യാസുമ്മ കത്തിച്ചിക്കാണ്ടാണ് കേട്ടോ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഫുള്ള് ഈസി കുക്കുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലേ ഞങ്ങൾക്കാണെങ്കിൽ ഗ്യാസിന് ഒരു കുറ്റിയേ ഉള്ളൂ കേട്ടോ. 2 കുറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു കുറ്റി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ബുക്ക് ചെയ്ത് കിട്ടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പേരിക്കുള്ളത് കുറച്ച് പച്ചവാഴയ്ക്കും അതേപോലെ കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും കൂടെയാണ് കേട്ടോ ഞാനിന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അത് വാഴയ്ക്ക് ഒറ്റയ്ക്ക് വെച്ചാൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അതിലേക്ക് എന്തെങ്കിലും പയറോ വഴുതനങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാലാണ് ഇവർക്കൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതൊക്കെ നുറുക്കി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ചോറ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്തിക്കല്ല, തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റൈസ് കുക്കർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഉപ്പേരിക്കുള്ളതും കൂടെ ഞാനവിടെ വെച്ചു കൊടുത്തു. പിന്നെ മീൻ ഞാൻ ഇന്നലെ രാവിലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ ഇക്കാക്ക് വേണ്ടിയുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മീൻ നന്നാക്കിയതുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതെന്തായാലും മസാല ഒക്കെ കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനല്ലെങ്കിലും അങ്ങനെയാണ് കേട്ടോ, മീനല്ലെങ്കിലും ഞാനങ്ങനെ നന്നാക്കി വെക്കൽ തന്നെയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പിറ്റേന്ന് എടുക്കുമ്പോൾ അത് നന്നാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ മീനൊക്കെ അവിടെ മസാല കൂട്ടി വെച്ചിട്ട് ഞാൻ ചാറിനുള്ളത് പരിപ്പ് താളിക്കാന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പരിപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിലേക്ക് 2 വാഴയ്ക്കും അതേപോലെ കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന്. എന്നാൽ പിന്നെ വൈകുന്നേരത്തിനും കൂടെ ഉള്ളതായല്ലോ. മറ്റേത് ഇനി വൈകുന്നേരം താളിപ്പ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ വൈകുന്നേരം പിന്നെ നമ്മൾ വേറെ കറി നോക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി ഞാൻ ഒക്കെ നുറുക്കിയെടുക്കുന്നുണ്ട്. മക്കൾ അതിൻ്റെ ഇടയിൽ മദ്രസൊക്കെ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിധു പിന്നെ ഇവിടെ ഇല്ല, അവന് ഇന്നലെ എൻ്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അവന് കുറേ ദിവസമായിട്ട് 4 ദിവസം വന്ന് നിന്നോട്ടെ എന്ന് പറയൽ തുടങ്ങിയിട്ട്. കാരണം ഇനിയിപ്പോൾ ജൂണിൽ ഞാൻ അംഗൻവാടി കൊണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും അംഗൻവാടിയിൽ വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ ഈ മദ്രസ സ്കൂളിലൊക്കെ ചേർത്താൽ പിന്നെ കുട്ടികൾക്ക് വിരുന്ന് പോകാനുള്ളൊരു ഇതില്ലല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നില്ല, ശനി ഞായറും ആയിരുന്നല്ലോ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വ്യാഴാഴ്ച പോയാൽ വെള്ളിയാഴ്ച സ്കൂളും മദ്രസും ഇല്ലാത്തുമ്പോൾ നമുക്ക് നിൽക്കായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ പറ്റില്ല. മദ്രസ ഉണ്ടാകുമ്പോൾ സ്കൂൾ ഉണ്ടാവില്ല, സ്കൂൾ ഉണ്ടാകുമ്പോൾ മദ്രസ ഉണ്ടാവില്ല, അങ്ങനെയാണല്ലോ. ഇപ്പോൾ വെക്കേഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ മദ്രസ ഉണ്ട്, മദ്രസ ഒഴിവാക്കാനും വയ്യ, അങ്ങനെ ആയിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ ചെറിയതാകുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. വ്യാഴാഴ്ച നമ്മൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് വിരുന്ന് പോകും. എന്നിട്ട് ശനിയാഴ്ച രാവിലെ ആയിരിക്കും കേട്ടോ നമ്മൾ അവിടെ നിന്ന് വിരുന്ന് പോയിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് എണീപ്പിക്കുമ്പോണ്ടാവും കേട്ടോ ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. ആ ഒരു ഉറക്കപ്പിച്ചിലും കണ്ട് എണീക്കുമ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും വിരുന്നൊന്നും പോരണ്ടാന്ന് കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോൾ വീണ്ടും നമുക്ക് വിരുന്ന് പോകണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. കാരണം അപ്പം നമ്മൾ സ്കൂളൊക്കെ വിട്ടിട്ട് വിരുന്ന് പോവുകയാണല്ലോ, അപ്പോൾ ഭയങ്കര ഊറ്റായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് പോരുമ്പോഴോ ആ ഒരു ഊറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അന്നത്തെ ആ ഒരു അനുഭവം കൊണ്ട് തന്നെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയാൽ രാത്രി എത്ര ടൈം ആയാലും വേണ്ടില്ല കേട്ടോ, ഞാൻ രാത്രി തന്നെ ഇങ്ങോട്ട് പോരും. രാവിലേക്കൊക്കെ നിൽക്കാറില്ല കേട്ടോ. കാരണം മക്കൾക്ക് അതിന് ബുദ്ധിമുട്ടാണല്ലോ. കാരണം നമുക്കറിയാലോ അന്ന് നമ്മളെങ്ങനെ ആയിരുന്നു എന്ന്. ഇതുപോലൊരു അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ, ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ വർത്തമാനത്തിനിടയിൽ വിഷയം മാറിപ്പോയോ എന്നൊരു സംശയം. അപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ ഉപ്പേരിക്കുള്ളത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തൂമിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈസി കുക്കുമ്മ വെക്കാനുള്ള പാത്രങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ളതൊക്കെ അങ്ങനെ ഒപ്പിക്കായിരുന്നു. സാധാരണ അലുമിനിയത്തിൻ്റെ ചട്ടിയൊന്നും പോകൂലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു ചീനച്ചട്ടി ഇരുമ്പിൻ്റെത് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ആയപ്പോഴേക്കും എൻ്റെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചു കേട്ടോ. ഇനിയും ഞാനത് ഊറ്റില്ല എന്നുണ്ടെങ്കിൽ പായസമാവും കേട്ടോ, കാരണം നമ്മൾ വേവില്ലാത്ത അരിയായിരുന്നു. പിന്നെ ഞാൻ തിരുമ്പാനുള്ളതൊക്കെ നുള്ളി പെറുക്കി ഞാൻ മെഷീനിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഈ ഒരു സ്റ്റെയറുമ്മ കേട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ മദ്രസ വിട്ട് വന്നിട്ടുള്ളതൊക്കെ അവിടെ കൊടുന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വിരുന്ന് പോയപ്പോൾ ഇട്ടീനതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കിക്കാണ്ട് മെഷീനിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് അകക്കുന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ.
മക്കളൊക്കെ കളിക്കാൻ പോയതാണല്ലോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും അടിച്ചു വാരെങ്കിലും ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരി ഇട്ടു കേട്ടോ. അതിനിടയിൽ ഞാൻ എൻ്റെ ഈസി കുക്കിനൊന്ന് റെസ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അടുക്കളപ്പണി കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനിയുണ്ട് മീൻ പൊരിക്കാനും അതേപോലെ കറിക്ക് തേങ്ങ അരക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റെസ്റ്റ് വേണ്ടേന്ന് വിചാരിച്ചിട്ട് റെസ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ കറിക്കുള്ളത്. അതിനിടയിൽ കുക്കർ ഞാൻ തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ അരച്ച് പാരണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂടാവണമല്ലോ. അപ്പോൾ ഞാൻ അതിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ ഒക്കെ അരച്ച് ഞാൻ അതിലേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ അതിൻ്റെ മേലെ അങ്ങോട്ട് തൂയി കൊടുത്തിട്ടോ. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് മല്ലിയൊക്കെ വറുക്കാനുണ്ടല്ലോ, മല്ലി ഉണക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വറുക്കണം എന്നുണ്ടെങ്കിൽ അതിക്ക് കറിവേപ്പില വേണമല്ലോ. അപ്പോൾ അത് ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങിയിട്ട് ഞാൻ മീനും കൂടെ പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മീൻ പൊരിക്കുന്നത് ഞാൻ ചപ്പാത്തി ചുടുന്ന തവയാണ് കേട്ടോ. ഇത് മാത്രമേ ഇതിമ്മ പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിലങ്ങോട്ട് പൊരിക്കാമെന്ന്. അപ്പോൾ അതവിടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊടുന്നത്. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ താത്ത കൊണ്ടുവന്നതാണ് കേട്ടോ. ഓല വീട്ടിലുണ്ടായതാണ്. മൂവാണ്ടൻ മാങ്ങ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാങ്ങ ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. 2 സൈസ് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നൊരു ഓറഞ്ച് കളർ മാങ്ങ ഉണ്ടായിരുന്നു. അതെന്ത് മാങ്ങയെന്ന് എനിക്കറിയില്ല. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല മധുരമുണ്ട്. ജ്യൂസ് അടിക്കണോ വേണ്ടേന്ന് കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ അങ്ങനെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ചെത്തി നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട് കേട്ടോ. ഈ ഒരു ഓറഞ്ച് മാങ്ങ ഉണ്ടല്ലോ, ഇതെന്ത് മാങ്ങയെന്നറിയില്ല. ഇതൊക്കെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാനത് നുറുക്കിയെടുത്ത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ചല്ലേ വരിക. അപ്പോൾ അവർക്ക് കൊടുക്കും ചെയ്യാം. പിന്നെ ഇക്ക പണി കഴിഞ്ഞ് വരുമ്പോൾ ഇക്കാക്കും എന്തെങ്കിലും വെള്ളമൊക്കെ വേണമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ചാൽ അത് അവർക്ക് ഒരു ആവശ്യമാവുമല്ലോ. അങ്ങനെ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ തണുത്ത വെള്ളമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഐസും കട്ട ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കുറുന്നനുള്ള ജ്യൂസ് ഉണ്ടല്ലോ, എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പരമാവധി അതിലേക്ക് വെള്ളം പാർന്ന് നീട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വെള്ളം പോലത്തെ ജ്യൂസാട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാനൊരു ഗ്ലാസ് എടുത്ത് ബാക്കി ഞാൻ മക്കൾക്കുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കളി കഴിഞ്ഞ് വന്നാൽ അവരെടുത്ത് കുടിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കുടിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. മഴയും അതുപോലെ ചെറിയ ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ചിലപ്പോൾ കേൾക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വീതനകളൊക്കെ തോത്തിയെടുത്ത് പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ അവിടെയൊക്കെ ഒന്ന് തോത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുക്കള ഒന്ന് അടിച്ചു വാരി എടുക്കണം. പിന്നെ ഒന്ന് തുടക്കാനും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ തിരുമ്പിയതൊക്കെ ഒന്ന് പോയി തോരട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെറസിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ബക്കറ്റ് നിറയെ തുണികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോൺ കൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീണ്ടും ഫോൺ എടുത്ത് പോകാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ തോരട്ട് വന്നതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ തുടക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർ കുളിച്ച് ചോറുണ്ണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ചോറുണ്ണാൻ വേണ്ടി ഇരുന്നത്. എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും അവരുടെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ചോറുന്നല കഴിഞ്ഞ് ആ പാത്രം കൂടെ അങ്ങ് മോറി വെച്ചു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വീതനൊക്കെ തോത്തി ലൈറ്റൊക്കെ കെടുത്തി ഞങ്ങളൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് പോയി കിടന്നതാണ്. അപ്പോൾ മക്കൾ ഉറങ്ങി, ഞാനും ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്.